എങ്ങനെയാണ് സമാധാനപരമായി മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ നുണ കൊണ്ട് ഒരു വിദ്വേഷത്തിന്റെ വിത്തിടാൻ കഴിയുക എന്നതിനൊരു തെളിവാണ് ഇപ്പോൾ മലപ്പുറത്തു നിന്ന് വരുന്ന വാർത്ത മറ്റൊന്നുമല്ല. നോമ്പുകാലമായതിനാൽ ഭക്ഷണം വിളമ്പിയതിന് ഒരു ഹോട്ടലിനെയും അതിന്റെ ഉടമയെയും കുറെ മുസ്ലിമുകൾ വന്ന് ആക്രമിച്ചുവെന്നും 20,000 രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നുമാണ് പ്രചരിപ്പിക്കുന്നത് ആരാണ്? 46-കാരനായ ശ്രീജിത്ത് എന്ന ഒരാളാണ് ഇത് പ്രചരിപ്പിച്ചത്. 3 കുടുംബശ്രീ സ്ത്രീകൾക്ക് ഭക്ഷണം നൽകിയതിനെ തുടർന്നാണ് ഇത് സംഭവിച്ചതെന്നാണ് ഇയാൾ പറഞ്ഞത്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വെളിവായത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല. വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇയാൾ തന്നെ ഉണ്ടാക്കിയെടുത്ത കഥയാണിത്. ഇപ്പോൾ ഇതിന്റെ പേരിൽ ഇയാൾ ജയിലഴിക്കുള്ളിലുമാണ്. എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്തത്? വെറുമൊരു കൗതുകത്തിനല്ല, മറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാനും ഒരു പ്രത്യേക വിഭാഗത്തെ അക്രമിപക്ഷമായി ചിത്രീകരിക്കാനാണ് ഇത്തരക്കാർ ശ്രമിക്കുന്നത്. മലപ്പുറം പോലെ എല്ലാ മതവിഭാഗങ്ങളും ഒത്തൊരുമയോടെ കഴിയുന്ന ഒരിടത്ത് ഇത്തരം വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നാൽ അത് വലിയ കലാപങ്ങളിലേക്ക് നയിച്ചേക്കാം. പോലീസ് വളരെ പെട്ടെന്ന് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഡിജിറ്റൽ യുഗത്തിൽ ഒരു കള്ളം പ്രചരിപ്പിക്കാൻ നിമിഷങ്ങൾ മതിയെന്നും അത് തിരുത്താൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നും നാം തിരിച്ചറിയണം. കുറ്റിപ്പുറത്തെ ഈ സംഭവം നമ്മൾ ഓർമ്മിക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രചരിക്കുന്ന ഇത്തരം വ്യാജ വാർത്തകളെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കേരളത്തിലെ ഹോട്ടലുകളിൽ ഹലാൽ ഭക്ഷണം അല്ലെങ്കിൽ ഹലാൽ ഇറച്ചിയാണ്, തുപ്പിയിട്ട ഇറച്ചിയാണ് നൽകുന്നതെന്നൊരു പ്രചാരണം മുമ്പ് നടന്നിരുന്നു. ഇതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സൈഡുകളിലേക്ക് പോയാൽ അവിടെ പശുവിനെ കടത്തുന്നു എന്നും ബീഫ് കടത്തുന്നു എന്നും ആരോപിച്ച് നുണകൾ പ്രചരിപ്പിച്ച് ആളുകളെ തല്ലിക്കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം നടന്ന് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു നുണപ്രചരണത്തിന്റെ ഭാഗമായിരുന്നു എന്ന്. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് ജാതിയോ മതമോ ഇല്ല. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: മനുഷ്യർക്കിടയിൽ മതിൽ പണിയുക. മലപ്പുറത്തെ ശ്രീജിത്തിനെ പോലീസ് പിടികൂടിയത് വലിയൊരു മുന്നറിയിപ്പാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു കാര്യവും കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുൻപ്, അത് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ നാട്ടിൽ വലിയ വർഗീയ കലാപങ്ങൾക്ക് പോലും കാരണമായേക്കാം. അതുകൊണ്ട് നമ്മൾ വളരെ ഉത്തരവാദിത്തോടു കൂടി മാത്രമേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്തരം നുണകൾ പടച്ചു വിടുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. മതസൗഹാർദ്ദപരമായ ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്.